നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പൊതു പ്രശ്നവും പൊതു ഒരു രീതിയുമായിട്ട് ഞാൻ കാണുന്നത് കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മറിച്ച് ഇടതുപക്ഷത്തിനെതിരെയാണെങ്കിലേ നിങ്ങൾ വാർത്ത ചെയ്യുള്ളൂ എന്നുള്ള സമീപനമാണ്. അല്ലെങ്കിൽ പൊതുവേ ഒരു പ്രസ്താവനകൾ അല്ലെങ്കിൽ ചില തരത്തിലുള്ളൊരു പ്രസ്താവനകളും ചില തരത്തിലുള്ളൊരു ആക്ഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ദിവസങ്ങളിൽ ഈ വിഷയമില്ലെങ്കിൽ അതൊരു കോൺഗ്രസ് വിഷയമായതുകൊണ്ട് വലിയ താല്പര്യമില്ല. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളെ സംബന്ധിച്ചോളം സെൻസിറ്റീവായിട്ടുള്ള അവരുടെ താല്പര്യം അൻവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ നാടകം കളിക്കുക, അതിൻ്റെ ആ ആഘോഷത്തിൽ പങ്കുചേരുക, അതൊരു ഇവൻ്റായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഇങ്ങനെ പല പ്രസ്താവനകൾ ഇപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു തരത്തിലുള്ളൊരു വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള എലമെൻറ്റ്സ്, അതിൻ്റെ സംഭവങ്ങൾ, ഇതിലാണ് പൊതുവെ നമ്മുടെ ഒരു മാധ്യമങ്ങളുടെ ഒരു താല്പര്യം. ഇതിപ്പോൾ കോൺഗ്രസ് ആയതുകൊണ്ട് സംരക്ഷിക്കാൻ ശ്രമിച്ചു വെച്ചാൽ കുറച്ചൊക്കെ താല്പര്യം ഉണ്ടാകുമായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ലെഫ്റ്റാണ് അപ്പുറത്തെങ്കിലേ നിങ്ങൾ അതിനെ പൊലിപ്പിച്ച് അതിൻ്റെ എക്സ്ട്രീം ഒരു തരത്തിലേക്ക് കൊണ്ടുപോയി അതിനെ ഭയങ്കര പലതരം വൈകാരികതകൾ ഇറക്കി പല സമയത്തും അതിൽ ഇല്ലാത്ത വാർത്തകളും ഉള്ള വാർത്തകളൊക്കെ തമ്മിൽ മിക്സ് ചെയ്ത് പകുതി സത്യവും പകുതി നുണയൊക്കെ ആയിട്ട് ചെയ്യുക. അതൊരു രീതിയാണ് കുറച്ച് കാലമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ഇടത് വിരുദ്ധത കേരളത്തിൽ മാധ്യമങ്ങൾക്കിടയിലുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് 100 സ്റ്റോറികൾ ഉദാഹരണം പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റും.